നായക്കേസ് ആനക്കേസായിരിക്കുകയാണ്. ഇതിന് രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി നടത്തുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായില്ല അല്ലേ? നായക്കേസിന് നടത്തിയിരുന്ന ഹൈക്കോടതി പിന്നെ അത് ആനക്കേസിലോട്ട് വഴിതിരിച്ചു വിട്ടു. ഇതിന് വളരെയധികം ഒരു വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ബ്രൂണോ എന്ന നായ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള കേസ് ഹൈക്കോടതി നേരിട്ടതെടുക്കുകയും അതിനിടയിലാണ് ആനക്കേസ് വന്നത്. അപ്പം അതിന് വലിയൊരു രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ആന എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഉത്സവങ്ങളിലെല്ലാം ആന എഴുന്നള്ളിപ്പും കാര്യങ്ങളുമൊക്കെ. ഇതിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ സഹ്യൻ്റെ മകനാണ് കേട്ടോ അവൻ. എനിക്ക് ഈ ഓർമ്മ വരുന്നത് 1947 വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ സഹ്യൻ്റെ മകൻ എന്ന് പറയുന്ന കവിതയുണ്ട്. ഉത്സവം നടക്കയാണ് അമ്പലമുറ്റത്ത് 15 ആന കരിമ്പാറകളുടെ മുമ്പിൽ വാദ്യമേളങ്ങളിൽ അങ്ങനെ തലയൊക്കെ ആട്ടി കുലുക്കി ചെവിയൊക്കെ ആട്ടി അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ വലിയൊരു ആൾക്കൂട്ടവും ഒക്കെ. ഇതാണ് ഉത്സവം. ഈ ആനകളെ ഇങ്ങനെ എഴുന്നള്ളിക്കുമ്പോൾ അതിൻ്റേതായ നിയമങ്ങളൊക്കെ പാലിക്കുക. ആന എഴുന്നള്ളിക്കാൻ തക്കവണ്ണം അതിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക, അതിന് മതപ്പാടുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൽ ചെയ്യുന്നത്. അതിന് ഒരു പരിധി വരെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പം ഈ ആനയില്ലാതെ ഉത്സവം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആനയില്ലാത്ത എന്തുത്സവം? എന്തുത്സവം? ആനകളില്ലാതെ അമ്പാരിയില്ലാതെ അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ അത് വേണം. അതാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ആനയാണ്. സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്, ആന എഴുന്നള്ളിപ്പ് തടയാനാണോ ഹൈക്കോടതി ശ്രമിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ശരിക്കും ആനയെന്ന് പറയുന്നത് സുപ്രീം കോടതി പറയുന്നത് പോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഞാൻ ഇപ്പോൾ സാറ് അതിനോട് യോജിക്കുന്നെങ്കിലും എനിക്ക് എതിർത്ത് പറയാമല്ലോ. സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒരുപാട് ജീവനുകൾ ഉത്സവ സമയത്ത് ആന പാപ്പാനെ ചവിട്ടുക, മതപ്പാട് ഇളകി പ്രശ്നമുണ്ടാക്കുക, നിരവധി പേർക്ക് പരിക്കേൽക്കുക, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഉത്സവ സമയങ്ങളിൽ കാണുന്നതാണ്. അപ്പം ഇതിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് വേണ്ടേ നമ്മുടെ ഉത്സവങ്ങളിൽ ഇത്തരത്തിൽ ഈ കോടതി നടപടികൾ വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി. ഒരു ഉത്സവ സ്ഥലത്ത് നിന്ന് മറ്റൊരു ഉത്സവ സ്ഥലത്തേക്ക് ആനയെ ഇപ്പോൾ നടത്തിച്ചു കൊണ്ടുപോകുന്നില്ല, ലോറികളിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഈ ലോറികളിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിനെ ഒരുതരം വല്ലാത്ത ഒരു ഇറുകിയ കൂട്ടിനകത്ത് നിർത്തി കാലും കൈയൊക്കെ കെട്ടി വെച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ഇതിനെ അങ്ങ് കിലോമീറ്ററുകളോളം നടത്തിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിലൊക്കെ വാഹനം വന്ന് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇവിടെ ആന വേണം. ഇപ്പം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ചില കാര്യങ്ങളുണ്ട്. 1 ആന, 2 കടൽ അല്ലേ, അപ്പം 3 തീവണ്ടി. ഇതൊക്കെ എത്ര കണ്ടാലും മതി വരുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കി നിന്ന് പോകും. ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഈ ആനയെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യം മറ്റൊരു തരത്തിലാണ്. ഇപ്പം ഹൈക്കോടതിയുടെ ഇടപെടലാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചോളട്ടെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് ഈ കോളാമ്പി വെച്ച് വലിയ പാട്ട് ഇടുന്നതിന് നിരോധനമുണ്ടായി. അത് എത്രയോ ഇതുവരെ അനുവദിക്കാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള കോളാമ്പി ഉപയോഗിക്കാൻ പാടില്ല. ആ കോടതി വിധി വന്നതിന് ശേഷം എന്നറിയാമോ, ചില ബിരുദന്മാരെ വലിയ ബോക്സിനകത്ത് ഈ കോളാമ്പി കയറ്റി വയ്ക്കും, എന്നിട്ട് അടിച്ചു പൊളിക്കും. അതും കഴിഞ്ഞു. ഇപ്പം എന്താ നടക്കുന്നത്? ഉത്സവം നടക്കുന്ന അമ്പലത്തിൻ്റെ അതുവഴി മനുഷ്യർക്ക് പോകാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ഹൃദയം പിടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 വീലറിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ചിലപ്പോൾ ആ വലിയ ഇടിവെട്ടു മാതിരിയാണ് ഇതിൻ്റെ സംഗീതം ഇങ്ങോട്ട് വരുന്നത്. പുതിയ തലമുറയുടേതാണ്. അതങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ 2 വീലർ പോലും ആ ഒരു ഇതിലങ്ങ് ഒലയുന്നത് കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ കോടതി ചോദ്യം ചെയ്യേണ്ടത്. അത് അനുവദിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നോക്കിക്കേ, ഏതാണ്ടൊരു ജനുവരി മുതൽ ഒരു മെയ് മാസം വരെ കേരളത്തിൽ ഉത്സവകാലമാണ്. ഉത്സവകാലവും പരീക്ഷാക്കാലവുമാണ്.
ഓരോ വീട്ടിലേക്ക് അടിച്ച് കയറുകയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെയാണ് കോടതിയുടെ ഇടപെടൽ വേണ്ടത്. ഉത്സവമെന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിൽക്കണം. അതിനപ്പുറം ബഹളമുണ്ടാക്കിക്കൊണ്ട് പോകരുത്. തൃശ്ശൂർ പൂരത്തിൽ രഞ്ജിനി പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പോകണം. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പൂരം കലക്കിയപ്പോഴാണ് ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ പൂരം കാണണമെന്ന് തോന്നി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം പൂരം കലക്കിയില്ലേ കുറെ ബിരുദന്മാർ, അതിനുശേഷമാണ് എല്ലാവർക്കും പൂരം കാണണം. അവിടെ ഒരു മൈക്ക് അനൗൺസ്മെന്റും ഇല്ല കേട്ടോ. 24 മണിക്കൂറാണ് പൂരം. വളരെ പുലർച്ചെ തന്നെ ഈ ഘടകപൂരങ്ങളൊക്കെ ഇങ്ങനെ വരും. ഒരു 10-12 ക്ഷേത്രത്തിൽ നിന്ന് ഘടകപൂരങ്ങൾ ഇങ്ങനെ വരും. അത് ചെറുവാദ്യങ്ങളോടുകൂടി മാത്രം. അത് മൈക്ക് കെട്ടിയോ ഇന്നത്തെ ഇടിവെട്ട് ബോക്സുമായിട്ടോ ഒന്നുമല്ല വരുന്നത്. ഒരാന പിന്നെ അതുപോലെ അതിൻ്റെ വാദ്യങ്ങൾ ഒക്കെ ആയിട്ടാണ് വരുന്നത്. കണിമംഗലം ശാസ്താവാണ് ആദ്യം പുലർച്ചെ വരുന്നത്. അത് കഴിയുമ്പോൾ 11:30 മഠത്തിൽ വരവ്. അവിടെയാണ് ഈ താളം മേളം ആസ്വദിക്കേണ്ടവർ അവിടെ ചെല്ലുകയാണ്. അവിടെ മൈക്ക് കെട്ടിവെച്ചു, അല്ലെങ്കിൽ ആ ചുറ്റളവിൽ മാത്രം ബോക്സ് വെച്ച് അവിടെ നിന്നുകൊണ്ട് അവര് ആസ്വദിക്കുകയാണ്. അത് കേൾക്കുന്നവന്റെ കൈകളൊക്കെ തന്നെ ഇങ്ങനെ താളാത്മകമായിട്ട് മുകളിലേക്കും താഴേക്കും ഉയരുകയാണ് ചെയ്യുന്നത് ആ വാദ്യമേളങ്ങൾക്കനുസരിച്ച്. അവിടെ നിന്ന് പിന്നീട് അകത്തേക്ക് പോവുകയാണ്. 2:30 ഇലഞ്ഞിത്തറ മേളം, അത് കഴിഞ്ഞിട്ട് തെക്കോട്ടിറക്കം, അത് കഴിഞ്ഞിട്ട് കുടമാറ്റം. 2 ഭാഗത്തും 15 ആനകൾ അണിനിരക്കും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിലെ അവിടെയാണ് ഈ കുടമാറ്റം. വർണ്ണ കാഴ്ചകളാണ് അവിടെ. അതിൻ്റെ നടുക്കി ജനം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു വലിയ ജനാവലി, അതിൻ്റെ ഇരുവശവുമാണ് ഈ ആനകൾ അങ്ങനെ അണിനിരന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തനാൽ അല്പം ഒരു ഇടങ്കോലിട്ടാൽ പോരെ. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരിൽ തന്നെ ഉണ്ട് കുഴപ്പം പിടിച്ചവന്മാർ. അവന്മാരെന്തെങ്കിലും ചെയ്താൽ പോരെ ഒരാനയെ. അതുകൊണ്ട് ആനയും മനുഷ്യരും തമ്മിൽ ഒരു പരിധി നിശ്ചയിക്കണം. ഇപ്പോൾ കോടതി എത്ര പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൊണ്ട് പര്യാപ്തമൊന്നും അല്ല. ഒരാന ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ജനങ്ങളും നെട്ടോട്ടം ഓടും. അവിടെ പിന്നെ സംഭവിക്കുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇപ്പൊ തിരിച്ചെടുത്തിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു തൃശ്ശൂർ പൂരത്തെ ഏറ്റവും അധികം ആനകളിൽ നിരന്ന് നിൽക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന്. അതൊക്കെ മേലെ ആനകളെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു പണ്ടപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും ആനകളുടെ ഇടയിൽ പൂരം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്, ഇത്രയും മേളത്തിന്റെ ഇടയിൽ. പക്ഷേ ചെറിയ ചെറിയ അമ്പലങ്ങളിലാണ് ഈ ആനകൾ വരണ്ടോടുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. അല്ല, ഈ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ഒരാനയായിരിക്കും പോകുന്നത്, അല്ലെ 3 ആന എഴുന്നള്ളത്ത് നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ തരത്തില് ഇടിവെട്ട് മ്യൂസിക്കാണ് ഇടുന്നത്. ഈ മനുഷ്യനായാലും ഇത് കുറെ നേരം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കും ദേഷ്യം വരികയൊക്കെ ചെയ്യാറില്ല, അസ്വസ്ഥത ഉണ്ടാകത്തില്ല. അതൊരു ജീവിയാണ്. അല്ല നമ്മൾ വിചാരിക്കുക അവനങ്ങനെ ഉയർന്നു നിൽക്കുന്നു, കരയിലെ ഏറ്റവും വലിയ ജീവിയായതുകൊണ്ട് എന്തും സഹിക്കാമെന്നാണോ? ഈ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ എന്തെന്നറിയാമോ? അവിടെ ചെന്നിട്ട് ഈ അവിടുത്തെ ഉത്സവത്തിന് അകമ്പടി സേവിക്കുന്ന കുറേ നാട്ടുകാരും ഒക്കെ ഉണ്ട്, മനുഷ്യരുണ്ട്. അവർ ചെന്ന് ഈ ആനയെ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി, ആനപ്പാപ്പാന്മാരുടെ ചട്ടം കെട്ടിയിട്ട് ഈ ആനവാലെടുക്കുക, ഇതൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ തരത്തിൽ കൊട്ടും മേളവും ഒക്കെ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ മാത്രം നിന്നുകൊണ്ട് ആനയെ പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ പൂരത്തിന് ആനയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇരിക്കും? മേളവുമില്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റോബോട്ടിക് ആന ഇറങ്ങിയിട്ട് എത്ര റോബോട്ടിക് ആന വന്നാലും ഒറിജിനൽ ആനയോളം വരില്ല. മാത്രമല്ല സാർ, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ തൃശ്ശൂർ പൂരത്ത് ആനകളെ കൊണ്ടുവരുമ്പോൾ അവർ എല്ലാവിധ മെഡിക്കൽ ചെക്കപ്പുകളും ബാക്കിയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും നേരായിട്ടുള്ള രീതിയിലുള്ള ആനകളെ അവിടെ ഇറക്കത്തുള്ളൂ. മറ്റുള്ള അമ്പലങ്ങളിൽ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. നമ്മൾ ഗുരുവായൂരൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മേലെ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന ആനകളുണ്ട്.
അപ്പോൾ ഇതിനെയൊക്കെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും മൃഗീയമായിട്ട് അതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് ഉത്സവങ്ങൾ കൊണ്ട് നിർത്തുമ്പോൾ ഇതിനുണ്ടാവുന്ന ഒരു ഇതുണ്ട്. ശരിയായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടായിരിക്കത്തില്ല. ക്ഷേത്ര ദേവസ്വം ബോർഡാണെങ്കിലും ക്ഷേത്ര മതപ്പാട് അത് അതെ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രക്രിയകൾ മൂലമാണ് ആന മനുഷ്യനെ ആക്രമിക്കുന്നത്. കാരണം ഒരു കോലിലാണ് ആനയുടെ നിയന്ത്രണം, ആ പാപ്പാന്റെ നിയന്ത്രണം. അതുക്കും മേലെ അത് പോകണം എന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം എന്തോ പ്രത്യാഘാതങ്ങൾ, അതിന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ആന ഉപദ്രവിക്കുക. അല്ലാതെ ആന അങ്ങനെ ചാടിക്കയറി ഉപദ്രവിക്കുക. കാരണം നമുക്ക് അതിന് വലിയൊരു ഉദാഹരണമാണ് പൂരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും തൃശ്ശൂർ പൂരം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. ഇത്രയും ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുന്നു, അവിടെ യാതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിശീലനം, അല്ലെങ്കിൽ ആരോഗ്യം നോക്കുക, അല്ലെങ്കിൽ നല്ല ആനകളെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളതിനെ എടുക്കുക. അതൊക്കെ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലേ അതിൻ്റെ ഒരു ശരിയായ നിഗമനത്തിൽ നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത്? അതെ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആനയെ അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നം വരില്ല എന്നുള്ളതാണ്. ആന വേണം, അതാണ് ഉത്സവം.